ഫാത്തിമ റോഡ്രിഗസ് എല്ലാവരും കണ്ടു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ആ പെൺകുട്ടി എത്ര ധൈര്യത്തോടു കൂടിയാണ് ഈശോയെ ഏറ്റു പറഞ്ഞത്. 75,000 പേര് നിറഞ്ഞ ആ സ്റ്റേഡിയത്തിന്റെ നടുക്ക് കോടിക്കണക്കിന് ആൾക്കാർ അത് കണ്ടു. അത് ഈ ദൃശ്യമാധ്യമങ്ങളിലൂടെ കണ്ടു. ഈശോയെ സാക്ഷ്യപ്പെടുത്തും അല്ലെ. എന്തോരു വലിയൊരു സാക്ഷ്യമാണ് ആ പെൺകൊച്ചു. ആരാണ് ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? അവളൊന്നും പറയും കർത്താവാണ് എന്റെ എല്ലാം. എനിക്ക് വേണ്ടി അവൻ യുദ്ധം ചെയ്യുക, എനിക്ക് വേണ്ടിയിട്ട് അവരാണ് എല്ലാം ചെയ്തത്. ശക്തമായ വിശ്വാസപ്രഭാഷണമാണ്. ആ പെൺകുട്ടിയുടെ ജീവിതം എളുപ്പമല്ല. അവിടെ നിന്നുകൊണ്ട് വളരെ ചെറുപ്രായത്തിൽ 22ാമത്തെ വയസ്സിൽ ദേശീയ ടീമിലെത്തി. പിന്നീട് അവൾ പുറത്തുപോയി. അവൾക്ക് ആശങ്ക രോഗങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാം അവൾ കടന്നുപോയി. എന്നിട്ട് അവൾ തിരിച്ചു വീണ്ടും ടീമിൽ വന്നു. പക്ഷെ അവൾ കർത്താവിനെ കൈവിട്ടില്ല. അവൾ കർത്താവിനെ കൈവിട്ടില്ല. കർത്താവിനെ മുറുകെ പിടിച്ച് ഏതവസ്ഥയിലും അവള് കർത്താവിന്റെ ആ സ്നേഹം അനുഭവിച്ച് കർത്താവിനെ ശരണപ്പെട്ടു. ഞാനത് കണ്ടപ്പോൾ ഓർത്തു, നമ്മുടെ ചെറുപ്പക്കാരെ പിള്ളേർക്ക് കർത്താവിനോട് സ്നേഹമില്ലെന്ന് ആരാ പറഞ്ഞ?